നമസ്കാരം മാന്യ പ്രേക്ഷകരെ, വലിയ സ്നേഹ നമസ്കാരം. നോക്കൂ, ഞാൻ എല്ലാ വീഡിയോയുടെയും ആദ്യം പറയുന്ന പോലെ തന്നെ വലിയൊരു ഉത്തരവാദിത്തം ഏറ്റെടുത്തത് കൊണ്ടാണ് നിങ്ങളോട് വീണ്ടും വീണ്ടും ഞാൻ ഓരോ വീഡിയോയുടെയും ഇൻട്രൊഡക്ഷനിൽ ഈ കാര്യം പറയുന്നത്. കാരണം ഒരു കള്ളക്കേസിൽ കുരുങ്ങി, അതും പ്രത്യേകിച്ച് രാജ്യദ്രോഹ സംഘടന നിരോധനം നേരിട്ട ഈ പോപ്പുലർ ഫ്രണ്ട് SDPI ഭീകരന്മാർ ചാർത്തിക്കൊടുത്ത ഒരു കള്ളക്കേസ്. ആ കള്ളക്കേസിൽ കുരുങ്ങി നമ്മുടെ ഒരു സംഘ സഹോദരൻ ജയിലിലേക്ക് പോവുക എന്ന് പറഞ്ഞാൽ അതൊരിക്കലും എനിക്കത് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. അപ്പൊ ആ ചെറുപ്പക്കാരന് ഞാനൊരു വാക്കുകൂടി കൊടുത്തത് കൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും ഓരോ വീഡിയോയുടെ ഇൻട്രൊഡക്ഷനും ഈ ഒരു കാര്യം പറയുന്നത്. ആ പയ്യന്റെ കേസ് നടത്തിപ്പിലേക്ക് ലക്ഷക്കണക്കിന് രൂപ ആവശ്യമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് നിയമസഹായ വേദി എന്നുള്ള രീതിയിൽ തന്നെ ഇതിന്റെ ഒരു ഗൂഗിൾ പേ നമ്പറുകളും പിന്നെ അതുപോലെ അക്കൗണ്ട് ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഇവിടെ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്. അപ്പോൾ പറ്റാവുന്ന ആളുകൾ പൂർണ്ണമായിട്ടും ഇതിലേക്ക് നിങ്ങൾക്ക് ഏത് രീതിയിൽ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുമോ ആ രീതിയിൽ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്തുകൊണ്ട് ഇദ്ദേഹത്തെ സഹായിക്കണമെന്ന് വിനീതമായിട്ട് അപേക്ഷിക്കുകയാണ്. കാരണം വലിയൊരു ഉത്തരവാദിത്തമാണ് ഞാൻ ഏറ്റെടുത്തിരിക്കുന്നത്. അത് എന്റെ വ്യക്തിപരമായിട്ടുള്ള അക്കൗണ്ട് ഡീറ്റെയിൽസ് ഒക്കെയാണ് ഞാൻ ഇവിടെ കൊടുക്കുന്നത്. അതിന്റെ ആ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുത്തത് കൊണ്ട് തന്നെയാണ് മുതിർന്ന സംഘകാര്യകർത്താക്കന്മാരുമായി സംസാരിച്ചതിന്റെ പേരിൽ കൂടിയാണ് ഞാൻ ഈ ഉത്തരവാദിത്തം ഏറ്റെടുത്തത്. കാരണം ആ ഒരു ചെറുപ്പക്കാരനെ അങ്ങനെ അങ്ങോട്ട് കള്ളക്കേസിന് വിട്ടുകൊടുക്കാൻ കഴിയില്ല എന്നുള്ള വേദനാജനകമായിട്ടുള്ള ഒരു അവസ്ഥയുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളോട് ഓരോ വീഡിയോയിലും ഞാനിത് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ കൃത്യമായിട്ട് കഴിയുന്ന രീതിയിൽ ആ യുവാവിനെ സഹായിക്കാൻ വേണ്ടി ഈ അക്കൗണ്ട് ഡീറ്റെയിൽസിൽ ഉപയോഗിക്കുക. ഷലോം, ഞെറീന ഫ്രാൻസിസ്, യെരുശലേമിൽ നിന്നും. അപ്പോൾ മാഹീൻ ഒറ്റ തന്തയ്ക്ക് പിറക്കാത്തവനാണ് എന്ന് കാണിക്കാൻ നീ എന്തിനാടാ ഒരു റീലൊക്കെ ഇറക്കിയത്? ഞാൻ നിന്നെ ഒറ്റത്തന്തയ്ക്ക് പിറന്നവനാണെങ്കിൽ നീ വിലാപം മുതൽ വരാനല്ലേ ഞാൻ നിന്നോട് പറഞ്ഞേ? നീ പല തന്തയ്ക്ക് ഉണ്ടായവനാണെന്നും നിന്റെ അമ്മ വന്നിക്കാൻ നിന്നെ കൊതം കൊടുത്ത് പ്രസവിച്ചിട്ടെന്നും കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു റീലൊക്കെ ഇട്ട് വന്നാൽ അതെങ്ങനെയാ മാഹീനെ ശരിയാവുന്നേ? നല്ല അറിയാണ്ട് ചോദിക്കുക. എടാ, റീലല്ലടാ റിയല് വേറെ, റീല് വേറെ. മാഹീൻ എന്ന് പറയുന്ന ഗുണ്ടനോടാ ഞാൻ പറയുന്നത്. ഗുണ്ടനായിരിക്കുന്നതൊക്കെ മനുഷ്യർക്ക് പറ്റും. നിന്നെപ്പോലുള്ളവന്മാർ ഗുണ്ടനാകാതിരുന്നാൽ തന്നെ ഉള്ളു അതിശയം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഗുണ്ടൻ മാഹീനോടല്ല ഞാൻ സംസാരിക്കുന്നത്. തന്തയ്ക്ക് പിറന്ന മാഹീൻ ഉണ്ടെങ്കിൽ അവനോടാണ് ഞാൻ സംസാരിക്കുന്നത്. ഗുണ്ടൻ മാഹീനും നിന്റെ അമ്മ വന്നിക്ക് കൊതം കൊടുത്ത് ഉണ്ടാക്കിയിട്ട മാഹീനോടല്ലടാ ഞാൻ സംസാരിക്കുന്നത്. തന്തയ്ക്ക് പിറന്ന മാഹീൻ ഉണ്ടെങ്കിൽ അവൻ വാടാ ലൈവില്. നീ വിലാപം അതിലി വന്നിട്ട് 1 മിനിറ്റും 1 സെക്കൻഡുമുള്ള റീലെടുത്ത് ഉണ്ടാക്കിയിട്ടിട്ട് റീനയുടെ 2 കരണവും ഞാൻ കാണിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണോ? നീ 1 മിനിറ്റ് റീൽ എത്ര മണി സമയം കൊണ്ട് എടുത്തു, ഏത് സമയം കൊണ്ട് എടുത്തു എന്ന് എനിക്ക് വല്ല അറിയാമോ? നീ ഏത് സമയത്താ നീ യെരുശലേമിൽ വന്നതെന്നും വിലാപം മതിലിൽ വന്നതെന്നും ഞാൻ എങ്ങനെയാ കാണുന്നത്? എണിച്ചു കാണാൻ ഞാൻ വല്ല കണിയാനുമാണോ? എടാ, ഞാൻ വിലാപം മതിലിൽ ലൈവുകൾ ചെയ്യുമ്പോഴും ഞാൻ യെരുശലേമിൽ ലൈവ് ചെയ്യുമ്പോഴും 1 മണിക്കൂറും 2 മണിക്കൂറും ലൈവാ ചെയ്യുന്നേ. നിനക്ക് വേണമെങ്കിൽ ഞാൻ ലൈവ് ചെയ്യുന്ന സമയത്ത് ഞാൻ വേണമെങ്കിൽ യെരുശലേമിൽ വിലാപം മതിലെടുത്ത് ലൈവ് വരാം. 1 മണിക്കൂർ ഞാൻ ലൈവ് വരാം, സമയം പറഞ്ഞ് ഞാൻ ലൈവ് വരാം. ആ സമയത്ത് നിനക്ക് പറ്റുമെങ്കിൽ അവിടെ വാ, തന്തയ്ക്ക് പറഞ്ഞവനാണെങ്കിൽ. അല്ലെങ്കിൽ നീ ലൈവ് വാടാ, നീ ലൈവ് വാ. എനിക്ക് 15 മിനിറ്റ് മതി നിന്നെ റീച്ച് ചെയ്യാനായിട്ട്. നീ എവിടെ ഉണ്ടെങ്കിലും യെരുശലേമിന്റെ ഏതെങ്കിലും ഭാഗത്ത്, നീ വിലാപം മതിലിന്റെ ഭാഗത്തോ അവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നീ 15 ലൈവ് വാ, 1 മണിക്കൂർ ലൈവ് വാ. ഞാൻ അവിടെ റീച്ച് ചെയ്തോളാം നിന്റെ അടുത്തേക്ക്. എന്നിട്ട് നിന്റെ 1 കരണം അടിക്കണോ 2 കരണം അടിച്ച് പൊട്ടിക്കണോ എന്നുള്ളത് ഞാൻ അപ്പം തീരുമാനിക്കാം. അല്ല, നീ തന്തയ്ക്ക് പിറക്കാത്തവനല്ല. നിന്റെ അമ്മ വന്നിക്ക് കൊതം കൊടുത്ത് നിന്നെ ഉണ്ടാക്കിയിട്ടെന്ന് പറയാൻ വേണ്ടി ഒരു റീലുമായിട്ട് നീ വന്നിട്ട് കാര്യമുണ്ടോ? ഇത് കാണോ നിങ്ങളൊന്ന് ജസ്റ്റ് കണ്ടേ പറ്റത്തുള്ളൂ. നമ്മുടെ മാഹീൻ തന്തയ്ക്ക് ഞാനിപ്പോ നമ്മുടെ വെസ്റ്റേൺ മാളിന് മുന്നിൽ ജെറുസലേമിൽ നിൽക്കുവാണ്. ഒരു മലയാളി ചേച്ചി ഇസ്രായേലിൽ ജോലി ചെയ്യുന്ന ചേച്ചി പറഞ്ഞിരുന്നു മാഹീനെ കണ്ട കർണത്തടിക്കണോന്ന് പറഞ്ഞിരുന്നു. ചേച്ചി, ഞാൻ കുറെ നേരമായിട്ട് 2-3 മണിക്കൂറായിട്ട് ഞാൻ വെസ്റ്റേൺ പിന്നെ നീ 2 മണിക്കൂർ ഉണ്ടാക്കാനായിട്ട് നീ കൊതം കൊടുത്തോണ്ടിരിക്കുകയാണെന്ന്. ഇനിയും ഒരു 2-3 മണിക്കൂർ കൂടെ കഷ്ടം. തയ്യാറാണ്. ഏത് സമയത്താ ഞാൻ തരാം. കാരണം ചേച്ചിക്ക് അടിക്കാൻ വേണ്ടി ഞാൻ മാറ്റി വെച്ചിരിക്കുവാണ് കേട്ടോ. ഞാനിവിടെ ജെറുസലേമിൽ തന്നെ ഉണ്ട്. ചേച്ചിയുടെ വീഡിയോ കാണുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഓൾറെഡി ജെറുസലേം ഇട്ട് പോയിരുന്നു. പിന്നീട് വീഡിയോ കണ്ടപ്പോ ഞാൻ വീണ്ടും കരണത്തടി വാങ്ങാൻ വേണ്ടി വന്നതാണ്. ചേച്ചിയുടെ കർണത്തടി മേടിക്കാൻ വേണ്ടി യെരുശലേമിൽ ഒളിച്ചും പാത്തും വന്നിരുന്നിട്ട് ഒരു റീലിട്ടിട്ട് ആളെ കളിക്കാൻ നോക്കുക. ചേച്ചിയുടെ കർണത്തടി മേടിക്കാൻ 2 കർണവും കാണിക്കാനായിട്ട്. ഷമീർ ചിറ്റക്കള്ളൽ. ആദ്യം നീ സ്വന്തം പ്രൊഫൈൽ ഇട്ടിട്ട് വാ, നമുക്ക് ചിറ്റക്കള്ളും ചോർന്ന കള്ളും പറയാം. അല്ലാതെ 2 മണിക്കൂർ ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു.
ഞാൻ 3 മണിക്കൂറുണ്ട്, നീ ഇവിടെ യെരുശലേമിലുണ്ടെന്ന് പറഞ്ഞിട്ട് കണിയാനാണോടാ ഞാൻ കണിഞ്ഞു കാണിക്കുക? നീ ഇവിടെ ലൈവ് ഇടുന്നത് പോലും, നീ ഇസ്രായേലിൽ വന്നിട്ട് പോയിട്ട് നീ ലൈവോ ഒരു മണ്ണാങ്കട്ടിയോ ഒരു വീഡിയോസോ നീ ഇറക്കുന്നില്ല. നീ പേടിച്ചരണ്ടിരിക്കുവാ. എടാ വിവരം കെട്ടവനെ, നിനക്കൊരു കാര്യം അറിയത്തില്ലേ? ഒരു ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ തലയിച്ചുകൊണ്ട് ആ രാജ്യത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ നീ ആ രാജ്യത്തിന് രാജ്യവിരുദ്ധ കുറ്റമാണ് നീ ചെയ്യുന്നത്. നീ ഇവിടെ വന്നിട്ട വീഡിയോകൾ മുഴുവനും രാജ്യദ്രോഹ കുറ്റം ചുമത്തി നിന്നെ ജയിലിലടയ്ക്കാനുള്ള വകുപ്പുണ്ട് നീ ചെയ്ത വീഡിയോകളെല്ലാം. കാരണം ഒരു രാജ്യത്തിന്റെ ആഭ്യന്തര കാര്യത്തിനകത്താണ് നീ തലയിടുന്നത്. ആ രാജ്യത്തിനകത്ത് ഹമാസ് തീവ്രവാദികൾ നുഴഞ്ഞു കയറി ആക്രമണം ഉണ്ടാക്കിയിട്ട് പോയിട്ടും നീ നാട്ടിലിരുന്ന് ഹമാസ് തീവ്രവാദിയെ സപ്പോർട്ട് ചെയ്തു, ഹമാസ് തീവ്രവാദികൾക്ക് കുഴലൂതി കൊടുത്തു, അതെല്ലാം ഓക്കെയാണ്. പക്ഷേ നീ നാട്ടിലിരുന്ന് ചെയ്യുന്നത് പോലെ അല്ലല്ലോ ഇസ്രായേൽ എന്ന് പറയുന്ന മണ്ണിനകത്ത് കയറിയിരുന്നു കൊണ്ട് ഹമാസ് തീവ്രവാദികളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന് വിരോധമായിരുന്നു കൊണ്ട് നീ വീഡിയോ ചെയ്യുന്നത്. അപ്പൊ നീ അത്രയ്ക്കും പൊട്ടനാണ്, നീ ഗുണ്ടനാണെന്നുള്ളതിന്റെ തെളിവാണ് ഇതൊക്കെ. നിന്റെ കർണം അടിച്ച് പൊളിക്കൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിന്നെ നേരിട്ട് കണ്ട ഓർഡറായിട്ട് ഉറപ്പായിട്ടും ഞാൻ നിന്റെ കർണം അടിച്ച് പൊളിക്കും, അത് വേറെ വിഷയം. പക്ഷെ നീ അതിന് ലൈവ് വാടാ. നീ ഒരു റീൽ ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ ആർക്കറിയാൻ പറ്റും നീ എപ്പോൾ വന്നു, ഏത് സമയത്ത് വന്നു എന്ന് പറഞ്ഞ് നിന്നെ മനസ്സിലാക്കാൻ പറ്റുമോ? നിനക്കൊരു കാര്യം അറിയാമോ മാഹീനെ? നീ കളിക്കുന്നത്, നീ സംസാരിക്കുന്നത് കുട്ടിക്കളിയല്ല ലൈഫ് എന്ന് പറയുന്നത്. ഞാനിവിടെ ഇസ്രായേലിൽ വന്ന സമയത്ത് എന്നെ തീർക്കാൻ വേണ്ടി പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്ന തീവ്രവാദികൾ കൊട്ടേഷൻ കൊടുത്തതാ എന്നെ കൊന്ന് തീർക്കാൻ വേണ്ടിയിട്ട്. അവസാനം ഇന്ത്യയുടെ ഇന്റലിജൻസ് ഡിപ്പാർട്ട്മെന്റ് റോയാണത് കണ്ടെത്തിയത്. എന്റെ പേരും സെബാസ്റ്റ്യൻ പുന്നക്കലിന്റെ പേരും ഇവന്മാർ തീവ്രവാദികൾക്ക് കൊടുത്തിട്ട് ഞങ്ങളെ കൊല്ലാൻ കൊട്ടേഷൻ കൊടുത്തിരിക്കുന്നത് ഇന്ത്യയുടെ ഇന്റലിജൻസ് ഡിപ്പാർട്ട്മെന്റ് മനസ്സിലാക്കിയിട്ട് ഡൽഹിയിൽ നിന്നും കേരളത്തിലോട്ട് വിളി വന്നതാ. ആ കേരളത്തിലോട്ട് വിളിച്ച് അപ്പം തന്നെ അവർ ഞങ്ങളുടെ കോണ്ടാക്റ്റുകൾ കയ്യിലെടുത്തിട്ട് എന്നെ വിളിച്ചു പറഞ്ഞതാണ്, സഹോദരി നിങ്ങളെ കൊല്ലാനായിട്ട് കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ ഇസ്രായേലിൽ നിൽക്കുമ്പോൾ ജെറുസലേമിൽ നിൽക്കുമ്പോൾ സൂക്ഷിക്കുക, കാരണം നിങ്ങളുടെ പേര് പ്രത്യേകിച്ചും എടുത്തു പറഞ്ഞ് തീവ്രവാദികൾക്ക് നിങ്ങളെ കൊല്ലുവാനുള്ള കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ട്. അത് ഞങ്ങളുടെ വളരെ വ്യക്തമായി അവർ തെളിവ് സഹിതം എന്നോട് പറഞ്ഞതാ, നിങ്ങൾ സൂക്ഷിക്കണമെന്ന് പറഞ്ഞിട്ട്. എടാ ഞാൻ ഒറ്റയ്ക്ക് തന്തയ്ക്ക് പറഞ്ഞവളായതുകൊണ്ട് ഞാൻ അന്ന് തന്നെ ഈ പറഞ്ഞതിന്റെ പിറ്റേ ദിവസം തന്നെ ലൈവിൽ പോയി എവിടെയാണ് ഹമാസ് തീവ്രവാദികളുടെ കോട്ടയെന്ന് മനസ്സിലാക്കിയിട്ട് 2 മണിക്കൂർ 2.5 മണിക്കൂർ അവിടെ തന്നെ ലൈവ് ചെയ്ത് എന്റെ ലൈവ് ലൊക്കേഷൻ കൊടുക്കടാ, എനിക്ക് വേണ്ടി കൊട്ടേഷൻ കൊടുത്തവന്മാരെ എന്ന് പറഞ്ഞ് വെല്ലുവിളിച്ചുകൊണ്ട് ഞാൻ ലൈവിലേക്ക് പോയവളാ. അത് കേട്ട പാടെ കേൾക്കാതെ പാടെ അവന്മാരുടെ കോട്ടയ്ക്കകത്ത് തന്നെ ഇരുന്ന് സ്ഥിരമായി ലൈവ് ചെയ്യുന്നവളാ ഞാൻ. എന്നെ കൊല്ലണം എന്ന് താല്പര്യമുള്ളവന് 5.5 വർഷമായിട്ട് ഞാൻ അവിടെ തന്നെ ഉണ്ട്. അങ്ങനെ ലൈവ് വരുന്നവളാ ഞാൻ. അല്ലാതെ നിന്നെയൊക്കെ പോലെ ഒളിച്ചും പാത്തും കയറി ഒരു റീലുണ്ടാക്കാൻ വേണ്ടി ഒരു ചെറിയ ഷോർട്ട് വീഡിയോ ഒക്കെ എടുത്തിട്ട് ഞാൻ 3 മണിക്കൂർ ഇവിടെ ഉണ്ടായിരുന്നു. ഞാൻ 5 മണിക്കൂർ, നീ 3 മണിക്കൂറോ 4 മണിക്കൂറോ 5 മണിക്കൂറോ നീ മാളത്തിൽ കയറി ഒളിക്കും. നീ യാഹ്യ സിൻവാറുടെ ഈ ഹമാസ് എന്ന് പറയുന്ന പെരിച്ചാളിയുടെ ഇനത്തിൽപ്പെട്ടത് തന്നെയാണെന്ന് എനിക്ക് മനസ്സിലായോ? നീ യാഹ്യ സിൻവാറിന്റെ പെരിച്ചാളിയുടെ ഇനത്തിൽപ്പെട്ടതാണെന്ന് മനസ്സിലായി. നീ ഇസ്രായേലിൽ വന്ന പാടെ നീ അണ്ടർഗ്രൗണ്ടിനകത്ത് കയറി ഒളിക്കുകയല്ലേ ചെയ്തത്? നീ അണ്ടർഗ്രൗണ്ടിനകത്ത് കയറി ഒളിക്കുകയല്ലേ ചെയ്ത്? ഇവിടുത്തെ വീഡിയോകളെല്ലാം നീ ഷെയർ ആക്കിയോ? ഇല്ലല്ലോ. നീ എല്ലാ രാജ്യത്തും പോകുന്ന കണക്കത്തുള്ള ആവേശമല്ലല്ലോ ഇസ്രായേലിൽ വന്ന് നീ തുടക്കകാലങ്ങൾ കാണിച്ചു കൂട്ടിയത്. അപ്പോൾ അസ്കർ മലിംഗോദൻ ആദ്യം നീ സ്വന്തം പ്രൊഫൈലൊക്കെ ഇട്ടിട്ട് വന്നിട്ട് അസ്കർ മലിംഗോദൻ നല്ല തന്തയ്ക്ക് പറഞ്ഞവന്മാരൊക്കെ പ്രൊഫൈലൊക്കെ ഇട്ട് വന്ന് തെറി വിളിക്കടാ. നിനക്കൊക്കെ എന്നെ തെറി വിളിക്കാൻ ഭയങ്കര മോഹമാണെങ്കിൽ ഞാനല്ലേ പറയുന്നത്? ഞാൻ ഇവിടെ തന്നെ ഉണ്ട്, ലൈവിലാണ് നിന്ന് സംസാരിക്കുന്നത്. എന്റെ മുഖത്തോട് മുഖം നോക്കി സംസാരിക്കാൻ തന്തയ്ക്ക് പറഞ്ഞവന്മാരുണ്ടോ സ്വന്തം പ്രൊഫൈലിട്ട് വരാനായിട്ട്? അങ്ങനെയുള്ളവന്മാരെ എന്നെ തെറി വിളിച്ചാൽ മതി. അല്ലാതെ ഒളിച്ചും പാത്തും മാഗീനെ പോലെ കൊതം ബോഹിക്കുന്നത് പോലെ ബാക്കിൽ കൂടി കയറി ഒളിച്ചു വന്നിട്ട് പോകും. അത് ശീലമായി പോയില്ലേ? നമുക്ക് ശീലമായി പോയില്ലേ? ഇസ്രായേലിൽ നിന്നൊരു ചേച്ചി കർണം അടിച്ച് പൊളിക്കൂ എന്ന് പറഞ്ഞു. ഞാൻ ഇവിടെ തന്നെയുണ്ട് ചേച്ചി, ഞാൻ ജെറുസലേമിൽ വന്നിട്ട് ഓടിയതാ. നീ ജെറുസലേമിൽ വന്നിട്ട് ഓടാൻ ഞാൻ നിന്നോട് പറഞ്ഞോ? നീ ജെറുസലേമിൽ തന്നെ കടാ. നീ ഇതിനെ ലൈവ് വീഡിയോ ഇടാതിരിക്കുന്ന? നീ ഇപ്പം യൂട്യൂബിൽ വീഡിയോ ഇടാറില്ല, നീ ഫേസ്ബുക്കിൽ വീഡിയോ ഇടാറില്ല, നീ റീൽസ് ഇട്ട് കളിച്ചിട്ട് കാര്യമില്ല. റീൽസ് അല്ല ലൈഫ് മോനെ, ലൈഫ് വേറെ റീൽസ് വേറെ, മനസ്സിലായോ? അതുകൊണ്ട് നിന്നോട് ഞാൻ ഇപ്പോഴും പറയാ, നിന്റെ അമ്മ പന്നിക്ക് കൊതം കൊടുക്കാതെയാ നിന്നെ ഉണ്ടാക്കിയെങ്കിൽ നീ ലൈവ് വാ. വിലാവ് മതിലി വന്ന് നീ ഒരു ലൈവ് വാ. ഒരു 1 മണിക്കൂറോ 1.5 മണിക്കൂറോ ആ ഭാഗത്ത് നീ ഒരു ലൈവ് ചെയ്താൽ മതി. ഞാൻ അപ്പം തന്നെ റീച്ച് ചെയ്തോളാം നിന്റെ അടുത്തേക്ക്. കാരണം ഞാൻ യെരുശലേമിലാ. ഞാനൊരു ടാക്സി പിടിച്ചാണെങ്കിലും ഞാൻ നിന്റെ അടുത്തോട്ട് റീച്ച് ചെയ്തോളാം. എന്ത് പറയുന്നു? നിനക്ക് ലൈവ് വരാൻ പറ്റുമോ? ലൈവ് വാ. അല്ല നീ റീൽസ് ഇട്ട് കളിക്കാനുള്ള പൊട്ടക്കളിയല്ല ലൈഫ് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് നിന്റെ കർണം അടിച്ച് പൊളിക്കൂ എന്നുള്ളത് നിനക്ക് മനസ്സിലായോ? എന്തുകൊണ്ടാണ് റീന അങ്ങനെ പറയേണ്ടി വന്നത്? ചുമ്മാ കാണുന്ന ഒരാളുടെ കർണടിച്ച് ആരെങ്കിലും പൊളിക്കുമോ? ഇല്ലല്ലോ മാഹീനെ. ചുമ്മാ കാണുന്നവരുടെ ആരെങ്കിലും കർണടിച്ച് പൊളിക്കുമോ? ആരെങ്കിലും
അല്ല. മാഹീനെ കണ്ടു കിട്ടിയോ? ആർക്കറിയാം അവൻ യാഹിയ സിൻവാർ ഒളിച്ചിരുന്ന അണ്ടർഗ്രൗണ്ടിനകത്ത് ഹമാസിന് കൊതം കൊടുത്തോണ്ടിരിക്കുക. അതുകൊണ്ട് അവന് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാ. ഇസ്മായിൽ MD ചെറ്റേന്ന് ആര്? മാഹീനെയോ? അവൻ ചെറ്റ തന്നെയാ. മനസ്സിലായോ? ഹമാസ് തീവ്രവാദികളെ പോലെ അണ്ടർഗ്രൗണ്ടിൽ കയറി ഒളിച്ചിരിക്കാനുള്ളതല്ല. ഞാൻ ഇന്നും എനിക്ക് തീവ്രവാദികളുടെ കൊണ്ട് എനിക്കിപ്പോഴും എനിക്ക് ഭീഷണിയുള്ളത് തന്നെയാണ് എൻ്റെ ജീവന്. എന്നാൽ പോലും ഞാൻ അവന്മാരുടെ കോട്ടയ്ക്കകത്ത് കയറി ഇറങ്ങി ഒറ്റയ്ക്ക് പോകാറുണ്ട്. രാത്രിയും പകലും എല്ലാം ഞാൻ അങ്ങോട്ട് പോകാറുണ്ട്. ലൈവിലാണ് വരുന്നത്. കാരണം എന്നെ കൊട്ടേഷൻ കൊടുക്കുന്ന ആ ഏരിയയിലുള്ളവർക്കേ കൊടുക്കാൻ പറ്റത്തുള്ളൂ, വേറെ ആർക്കും കൊടുക്കാൻ പറ്റത്തില്ല. അപ്പൊ എന്നെ കൊട്ടേഷൻ കൊടുത്തവർക്ക് ധൈര്യമായിട്ട് എന്ത് ചെയ്യാം? ഇപ്പൊ തന്നെ മാഹീൻ വന്ന സ്ഥിതിക്ക് മാഹീൻ അറിയാവുന്നവർക്കെല്ലാം എന്റെ പേരും എന്റെ ഫോട്ടോയും കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ടാവും. നീ കൊടുക്കടാ, ഞാൻ അവിടെ തന്നെ ലൈവിൽ പോകാം. ഞാൻ ആ ഭാഗത്ത് എനിക്ക് തന്നെ ലൈവിൽ ചെയ്യാം. നീ പറ്റുമെങ്കിൽ നീ വീണ്ടും കൊടുക്കും കൊട്ടേഷൻ. നീ ആരെ ഉമ്മാക്കി കാണിച്ച് പേടിപ്പിക്കാനാ നടക്കുന്നേ? അല്ല അറിയാണ്ട് ചോദിക്കുക. നീ ലൈവിൽ വരാൻ പറ്റുമെങ്കിൽ വാ. നിന്റെ കർണടിച്ച് ഞാൻ പൊളിക്കൂന്ന് പറഞ്ഞത് ചുമ്മാതെ കർണടിച്ച് പൊളിക്കൂന്നല്ല ഞാൻ പറഞ്ഞത്. എനിക്ക് വട്ടാണോ നിന്നെ വന്ന് ചുമ്മാതെ കർണടിച്ച് പൊളിക്കാൻ? നിന്റെ കയ്യിലിരിപ്പിനാടാ വിവരം കെട്ടവനെ. എടാ സുഡാപ്പിക്കുണ്ടായവനെ നിന്റെ സോക്കേടിനെ തീർത്തു തരാമെന്നാണ് ഞാൻ പറഞ്ഞത്. നീ നാട്ടിലിരുന്നു കൊണ്ട് എന്താ പറഞ്ഞേ? നീ നാട്ടിലിരുന്നു കൊണ്ട് ഹമാസ് തീവ്രവാദികൾ എന്ന് പറഞ്ഞ വൃത്തികെട്ടവന്മാര്, കഴിവേറി മക്കള് ഇവിടെ ഇസ്രായേലിൽ കയറി പിഞ്ചു കുഞ്ഞുങ്ങളെ ബലാത്സംഗം ചെയ്തു പോയതും ഓവനകത്തിട്ട് ചുട്ടരിച്ചിട്ട് പോയതും കാണുന്ന പെൺകുട്ടികളെല്ലാം ബലാത്സംഗത്തിന് മാറിയും തിരിഞ്ഞും അപ്പനും മോനും കയറി ഇറങ്ങി ബലാത്സംഗം ചെയ്ത് തള്ളാഹു കുക്കുംപറന്ന് വിളിച്ചുകൊണ്ട് ബലാത്സംഗം ചെയ്ത് കഴുത്തറുത്ത് കൊന്നിട്ട് അവരുടെ മേലിൽ മൂത്രം ഒഴിച്ചിട്ടതും ഒന്നും നിന്റെ കണ്ണിൽ കണ്ടില്ല. അതെല്ലാം പോരാട്ടം. ഹമാസ് തീവ്രവാദികൾ നടത്തിയ പോരാട്ടം. നിനക്ക് ആ തീവ്രവാദികൾ നിനക്ക് നല്ല വിളയും. ഇവിടെ ചോറും കൊടുത്ത് ആഹാരവും കൊടുത്ത് വെള്ളവും കൊടുത്ത് എണ്ണയും കൊടുത്ത് ഇവിടെ പോറ്റി പുലർത്തുന്ന ഇസ്രായേൽ. നീ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്ത് ഇപ്പോൾ കയറി സുരക്ഷിതമായിട്ട് ഇരിക്കുന്നത് പോലും ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം നിനക്ക് തരുന്ന പ്രൊട്ടക്ഷൻ അത്രയ്ക്കും വലുതായത് കൊണ്ടാ. അല്ലെങ്കിൽ ഇവൻ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിനകത്ത് കയറി ഇങ്ങനെ ഇരുന്ന് ചലിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. നമ്മന്റെ നാട്ടിൽ പോയിട്ട് അവന്റെ രാജ്യത്തിന് വിരോധമായിട്ട് ആർക്കെങ്കിലും ഒന്ന് പറയാൻ പറ്റുമോ? അപ്പൊ അവനെ പിടിച്ച് ജയിലിലിടുകയോ കഴുത്തിറക്കുകയോ ചെയ്യും. അവൻ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിരുന്നു കൊണ്ട് അവൻ എങ്ങനെ ഇറങ്ങി നടക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അവന് കിട്ടിയ പ്രിവിലേജാ അത്. ആ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം അത്രയ്ക്കും ആയത്. മനൂപ് കേരള പോടി മൈര നിന്റെ ഉമ്മാടാ. മനൂപ് കേരള നിന്റെ ഉമ്മയെ പറഞ്ഞാ മതി. മനസ്സിലായോ? ഉമ്മേനെ പോടി മൈര എന്നൊക്കെയാണ് നീ വിളിക്കുന്നതെന്നുള്ളത് എനിക്ക് അറിയത്തില്ലല്ലോ നായിന്റെ മോനെ. മനസ്സിലായോ? മനൂപ് കേരള ഉമ്മേനെ വിളിക്കുന്ന വിളി അങ്ങ് ഉമ്മയെ വിളിച്ചാൽ മതി. അത് ഇങ്ങോട്ട് ഫേസ്ബുക്കിൽ വന്ന് റീനയെ വിളിക്കാം എന്നൊരു മോഹം ഉണ്ടെങ്കിൽ അതിന്റെ കയ്യിലങ്ങ് വെച്ചേച്ചാൽ മതി. പറഞ്ഞ മനസ്സിലായോ? അപ്പോൾ മാഹീൻ എന്ന് പറയുന്നവൻ ഈ റീലിട്ട് കളിക്കുന്നത് പോലെ അല്ല മോനെ റിയൽ ലൈഫ് വേറെയാ. അതുകൊണ്ട് നിന്റെ കരണം അടിച്ച് പൊളിക്കുമെന്ന് പറഞ്ഞാൽ നിന്നെ കണ്ട ഞാൻ കരണം അടിച്ച് പൊളിക്കും. നീ ലൈവിൽ വാ. നിന്റെ 2 കരണം വേണ്ടെന്നേ. നിന്റെ 1 കരണത്തടിക്കണോ 2 കരണത്തടിക്കണോ എന്ന് ഞാൻ തീരുമാനിക്കാം. നീ ലൈവിൽ വാ. നീ താലിബാനിൽ ചെന്നപ്പോ എന്തുവാ താലിബാൻ വിസ്മയം. അവിടെയുള്ള പെണ്ണുങ്ങളുടെ മുഖം പോലും കാണിക്കാതെ, അവിടെയുള്ള പെണ്ണുങ്ങൾക്ക് സ്കൂളിൽ വിദ്യാഭ്യാസം കൊടുക്കാതെ, അവരുടെ ചെരുപ്പ് കാല് കണ്ടാൽ പോലും അവരുടെ കാലടിച്ചു പൊട്ടിക്കുന്ന താലിബാൻ ഇവന് വിസ്മയം. KFC കഴിക്കരുത്. KFC കഴിച്ചു കഴിഞ്ഞാൽ KFCയുടെ ഓഹരി മുഴുവൻ ആർക്ക് പോകും? ഇസ്രായേലിന് പോകും. നീ ഇപ്പൊ ടൂറിസ്റ്റ് കയറി വന്നപ്പോഴത്തേക്കും ഇതിന്റെ ഓഹരി ആർക്കാടാ പോയത്? ഇസ്രായേലിനല്ലേ പോയത്? മുഹമ്മദ് ജംഷീർ തള്ളയ്ക്ക് മൂത്തോ? അതെ, ഉമ്മാക്ക് മൂത്തത് കൊണ്ട് മുഹമ്മദ് ജംഷീറെ ഉസ്താദുമാരുടെ കൂടെ ഉമ്മ ഇപ്പൊ കൊതം കൊടുത്തോണ്ടിരിക്കുന്നത്. മുഹമ്മദ് ജംഷീറെ സഹോദരങ്ങളെ, മുഹമ്മദ് ജംഷീറുടെ ഉമ്മാക്ക് ഇപ്പൊ മൂത്ത് കിടക്കുകയാ. അതുകൊണ്ട് മലപ്പുറത്ത് ഉസ്താദുമാർക്ക് കൊതം കൊടുത്തോണ്ടിരിക്കുക ഉമ്മ എന്ന്. അതുകൊണ്ട് മുഹമ്മദ് ജംഷീർ അത് നിങ്ങളെ ഒന്ന് അറിയിക്കാൻ പറഞ്ഞു എന്നോട്. മുഹമ്മദ് ജംഷീർ, അതൊക്കെ ഞാൻ എന്തിനാണ് ലൈവിൽ വന്ന് അറിയിക്കുന്നത്? നിന്റെ ഉമ്മയ്ക്ക് പരസ്യം കൊടുക്കാനാണോ? എന്നാൽ ഫോൺ നമ്പറും കൂടി ഇട്ടേരെ. നിന്റെ ഉമ്മയ്ക്ക് മൂത്ത് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പരസ്യപ്പെടുത്തിക്കൊള്ളാം. കേട്ടോ മുഹമ്മദ് ജംഷീറെ? അപ്പം നീ സുഡാപ്പി പ്രീണനം നീ നാട്ടിൽ നടത്തിയാ മതി. മാഹീനെ ഇവിടെ വന്നിട്ട് നടത്തണ്ട.
മനസ്സിലായോ? ഇവിടെ വന്ന് സുറാപ്പി പ്രീണനം നീ നടത്തിയാൽ നിന്റെ കർണം അടിച്ച് പൊളിക്കും എന്ന് പറഞ്ഞാൽ പൊളിക്കും തന്നെ. നീ രാജ്യദ്രോഹ കുറ്റമാണ് ഇവിടെ വന്ന് ചെയ്യുന്നത്. നിന്നെ പിടിച്ച് പോലീസിൽ കൊടുക്കാൻ അറിയാനിട്ടല്ല. നിന്നെ ഇസ്രായേലിൽ കൊണ്ടുപോയി നീ പഴയ വീഡിയോകളും അതുമൊക്കെ എടുത്തോണ്ട് പോയിട്ട് നിന്നെ കൊണ്ട് ഇവിടെ കൊണ്ട് കൊടുക്കാൻ അറിയാനിട്ടല്ല. പക്ഷെ ഞങ്ങളത് ചെയ്യാത്ത എന്താണെന്നറിയാമോ? നീ എവിടം വരെ പോകും എന്നറിയാൻ വേണ്ടിയിട്ടാ. നീ എവിടം വരെ പോകുമെന്നറിയാൻ വേണ്ടിയിട്ടാ. കാരണം നീ കാണിക്കുന്ന തെണ്ടിത്തരവാ. നീ ഒരു വ്ളോഗർ ആണെങ്കിൽ നീ വ്ളോഗിംഗ് ആണ് നടത്തേണ്ടത്. അല്ലാതെ നീ ഇസ്രായേലിൽ വന്നിട്ട് ഇസ്രായേലികള് എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല, ചെക്കിംഗ് ആണ്. നീ യുദ്ധഭൂമിയിലാണ് കയറി വന്നത്. യുദ്ധഭൂമിയിൽ നിന്നെപ്പോലുള്ളൊരു മാഹീൻ എന്ന് പറയുന്ന ഒരു സുഡാപ്പി തീവ്രവാദി താലിബാനും പാകിസ്ഥാനും അവിടെയും ഇവിടെയും പോയിട്ട് വന്നവൻ ഇവിടെ കയറിയാൽ, സകല മുസ്ലിം രാജ്യങ്ങളും സന്ദർശിച്ചിട്ട് വന്ന നീ കയറിയാൽ എന്തുദ്ദേശത്തിലാണ് ഇവിടെ കയറി വരുന്നത് എങ്ങനെ കണ്ടുപിടിക്കാനാ? നീ സുഡാപ്പിയാണോ വേറെ വല്ലവനാണോ എന്ന് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാ? അപ്പോൾ നിന്നെ ചെക്ക് ചെയ്യേണ്ട ഉത്തരവാദിത്വം അവർക്കുണ്ട്. അവരങ്ങനെ ചെക്ക് ചെയ്തു. അതിനെ നീ കുറ്റമായിട്ട് പറഞ്ഞിട്ട് നിന്റെ ഉമ്മയ്ക്ക് വാങ്ങിക്കാൻ ജൂതന്റെ ജഡ്ഡി തിരക്കി നീ പോയവനാ. നിന്റെ ഉമ്മയ്ക്ക് കൊതത്തിലിടാനായിട്ട് കൊതഭോഗം നിന്റെ ഉമ്മയ്ക്ക് കൂടിക്കിടക്കുന്നത് കൊണ്ട് ജൂതന്റെ ജഡ്ഡി ഇട്ട് ആശ്വസിക്കാമെന്ന് പറഞ്ഞ് പോയതാ. നീ ജൂതന്റെ ജഡ്ഡി തിരക്കി. പോരാത്തതിന് നീ അറബ് വിരുദ്ധത എഴുതി വെച്ചിരിക്കുന്നു. ഹമാസ് തീവ്രവാദികൾ ഇവിടെ കണ്ടെന്ന് അഴിഞ്ഞാടിയിട്ട് പോയ തീവ്രവാദികൾക്കെതിരെയാ അവർ എഴുതി വെച്ചിരിക്കുന്നത്. നീ അത് അറബ് വിരുദ്ധതയെന്ന് പറഞ്ഞുകൊണ്ട് നീ എരിയുന്നത് എണ്ണയില് എണ്ണ കോരി ഒഴിക്കുക. ഇസ്രായേലിനെ കുറിച്ച് പൊതുവേ കേരളക്കരയിൽ മുഴുവനും ഹമാസ് തീവ്രവാദികൾ എഴുന്നേറ്റ് ഇസ്രായേലിനെ അപരാധം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കൂട്ടത്തില് നീ അറബ് വിരുദ്ധത ഇസ്രായേൽ പ്രചരിപ്പിക്കുന്നു എന്ന് പറയടാ. വൃത്തികെട്ടവൻ 20 ലക്ഷത്തോളം അറബ് സമൂഹം ഇവിടെ താമസിക്കുന്നടാ കഴിവേറി മോനെ. നീ എന്തൊക്കെയാടാ നാട്ടിൽ നിന്ന് പറഞ്ഞു കൊടുക്കുന്ന ചേറ്റെ മാഹിനെ? എടാ വൃത്തികെട്ടവന്മാരെ, എടാ നല്ലത് കാണുമ്പോൾ നല്ലത് പറയാൻ നിനക്കൊന്നും കഴിവില്ല എന്നുണ്ടെങ്കിൽ തെണ്ടികളെ നീയൊക്കെ നിന്റെയൊക്കെ രാജ്യത്ത് പോയിരുന്നിട്ട് പറയണം രാജ്യവിരുദ്ധത. 20 ലക്ഷത്തോളം മുസ്ലിംസ് ആൾക്കാർ ഇവിടെ താമസിക്കുന്നു. അവർ ഗവൺമെന്റിൽ ജോലി എടുക്കുന്നു. അവർ സന്തോഷമായിട്ട് കഴിയുന്നു. അവർക്ക് നല്ല എല്ലാ പ്രിവിലേജും കൊടുത്ത് ഇസ്രായേലും ജനാധിപത്യ രാജ്യത്തിന്റെ എല്ലാവിധ സുഖ സൗകര്യങ്ങളും ആസ്വദിച്ച് അവരിവിടെ കഴിയുമ്പോഴും കഴിഞ്ഞ ദിവസം അബുദാബിയിൽ ഒരു ഒറ്റ യഹൂദൻ സിനഗോഗ് നടത്തിക്കൊണ്ടിരിക്കുന്ന ആ യഹൂദനെ തീവ്രവാദികൾ കൂടി ബ്രൂട്ടലി കൊന്നുകളഞ്ഞു. ഒരു യഹൂദനും അറബ് രാജ്യത്ത് താമസിക്കാൻ പറ്റുമോ? നിങ്ങൾ ചിന്തിച്ചു നോക്ക്. ഒരു യഹൂദനും അറബ് രാജ്യത്ത് താമസിക്കാൻ പറ്റുമോ? ഒരു യഹൂദനും അറബ് രാജ്യത്ത് താമസിക്കാൻ പറ്റത്തില്ല. പക്ഷേ നമ്മന്റെ ആൾക്കാർക്ക് മുഴുവൻ ഇവിടെ ടൂറിസ്റ്റായിട്ട് കയറി വരാം, ഇവിടെ ജീവിക്കാം, ഇവിടെ നല്ല ഫുഡ് കഴിക്കാം. ഇവിടെ ഫുഡ് കഴിക്കാം, ഇവിടെ തീവ്രവാദികൾ കഴിഞ്ഞാടാം, ഇവിടെ തീവ്രവാദികൾക്ക് എന്തുമാകാമെന്നുള്ള തരത്തിലാണ് ഇവിടെ തീവ്രവാദികൾ മുഴുവനും ജീവിക്കുന്നത്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. അത് ഇസ്രായേൽ കൊടുക്കുന്ന പ്രിവിലേജാണ്. ഇസ്രായേൽ ഇവിടെ ഉള്ളവരെ സംരക്ഷിക്കുന്ന സംരക്ഷണത്തിന്റെ ഭാഗമാണ്. പക്ഷെ ഇവനെപ്പോലുള്ള ചെറ്റകൾ പറഞ്ഞുണ്ടാക്കുന്നത് മുഴുവൻ എന്തുവാ? ഇസ്രായേൽ അറബ് വിരുദ്ധത പ്രചരിപ്പിക്കുന്നു. അറബ് വിരുദ്ധത പ്രചരിപ്പിക്കുന്നെങ്കിൽ ഇവിടെ ഒരു തീവ്രവാദികളും കാണത്തില്ല, ഇവിടെ ഒരു ഇസ്ലാമിസ്റ്റുകളും കാണത്തില്ല. കാരണം ഇസ്ലാമിസ്റ്റുകൾ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഇസ്രായേലിന്റെ മറവിൽ ഇസ്രായേലിന്റെ ജോലിയെടുത്ത് ഇസ്രായേലിന്റെ പണത്തിൽ ജീവിക്കുന്നവന്മാർ പോലും ഹമാസ് തീവ്രവാദികൾക്ക് സപ്പോർട്ട് ചെയ്യുന്നവന്മാരാ. അങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ഇസ്രായേൽ ഇവന്മാരെ എല്ലാം പുറത്താക്കേണ്ടതാ. അപ്പോൾ നിന്നെപ്പോലുള്ള ചെറ്റകളെ കൈ കിട്ടിയാൽ കൈകാര്യം ചെയ്യണമെന്ന് ഞങ്ങളെപ്പോലുള്ളവർക്ക് തോന്നുന്ന എന്തുകൊണ്ടെന്നറിയാമോ? നിന്നെപ്പോലുള്ള തെണ്ടികളുടെ തെണ്ടിത്തരം കാരണമാണ്. നിന്നെപ്പോലുള്ള വൃത്തികെട്ടവന്മാരുടെ വൃത്തികേട് തീവ്രവാദവും ചിന്തയുമാണ് ഞങ്ങളെ കൊണ്ട് ഇതൊക്കെ പറയിപ്പിക്കുന്നത്. എനിക്ക് ഒറ്റ നിന്നെ കൈ കിട്ടിയ നിന്റെ കർണം അടിച്ചു പൊളിച്ചാൽ എനിക്ക് ഒറ്റ ആശ്വാസമേ ഉള്ളൂ. എന്താണെന്നറിയാമോ? ഹമാസ് തീവ്രവാദികൾക്ക് കുഴലൂതി കൊടുക്കുന്ന ഗുണ്ടനായ നിന്നെ കർണം അടിച്ചു പൊളിച്ചു എന്ന് പറയുമ്പോൾ ഒരു സന്തോഷം എനിക്കുണ്ട്. അങ്ങനെയെങ്കിലും ഒരു തീവ്രവാദി നേരിടാൻ പറ്റിയല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അതുകൊണ്ടാണ് നിന്റെ കർണം അടിച്ചു പൊളിക്കുന്നത്. അപ്പൊ എന്നോട് ഞാൻ വീണ്ടും പറയുക, മുഹമ്മദ് അർഷാദ് ചേച്ചി മാഹീൻ ഉണ്ട് അവിടെ. അവൻ എവിടെ കയറി ഒളിച്ചിരിക്കുക? മുഹമ്മദ് അർഷാദ് മാഹീൻ കയറി ഒളിച്ചിരിക്കുന്നത് വല്ല പൊത്തിനകത്തും കയറിയാ? അവനെ ലൈവ് വരാൻ പറയടാ. എടാ നിങ്ങളൊക്കെ പോയി അവൻ റീലിട്ട് കളിക്കുമ്പം എന്തുവാ നിങ്ങളൊക്കെ പോയി അവന് റീലിട്ട് കളിക്കുന്ന സമയത്ത് അവനെ എതിട്ട് കൊടുക്കാതെ അവനോട് പറയാതെ അന്തയ്ക്ക് പറഞ്ഞവനാണെങ്കിൽ വരാനല്ലേ പറഞ്ഞത്? നീ റീലിടാതെ ലൈവ് ഇടാന്ന് പറ. അവനെ ചെന്ന് വിലാവ് മദലിന്റെ അവിടെ 3 മണിക്കൂർ അവിടെ ഉണ്ടായിരുന്നല്ലേ പറഞ്ഞത് കുഞ്ഞിന്? 3 മണിക്കൂറിൽ എനിക്ക് വേണ്ടിയിട്ട് അവർ റീലെടുത്തവൻ എനിക്ക് വേണ്ടിയിട്ട് എന്താ ഒരു ലൈവ് എടുക്കാത്ത? അത്രയ്ക്കും ചെറ്റയാ, അത്രയ്ക്കും പേടിത്തൊണ്ടനാ. മനസ്സിലായോ? എനിക്ക് വേണ്ടി റീലെടുത്തവൻ എനിക്ക് വേണ്ടി എന്താ ലൈവ് എടുക്കാത്ത? ചേച്ചി എന്റെ കർണം അടിച്ചു പൊളിക്കുമെന്ന് പറഞ്ഞ ചേച്ചി, ഞാൻ ഇവിടെ തന്നെ ഉണ്ട് ചേച്ചി, ചുണയുണ്ടെങ്കിൽ വാ ചേച്ചി, എന്റെ കർണം അടിച്ചു പൊളിക്ക് ചേച്ചി എന്നൊക്കെ പറഞ്ഞ് ലൈവ് ഇട്ടാൽ മതിയായിരുന്നല്ലോ. ഞാൻ ചെയ്യത്തില്ലേ? ഞാൻ പോകത്തില്ലേ ലൈവ് അവന്റെ കർണം അടിച്ച് പൊളിക്കാനായിട്ട്? എനിക്കറിയാം എവിടെ അവൻ ലൈവ് ഇട്ടോ അവിടേക്ക് ഞാൻ പോകാൻ തയ്യാറാ. അവൻ ലൈവ് ഇടാൻ പറ. എനിക്ക് റീച്ച് ചെയ്യാനായിട്ട് യെരുശലേമും അവൻ വിലാമതിന്റെ അടുക്കലും ആ പരിസരത്ത് പോകാൻ നിൽക്കുന്നെങ്കിൽ എനിക്ക് റീച്ച് ചെയ്യാൻ കൂടുതൽ പോയാൽ 20 മിനിറ്റ് മതി ഓട്ടോ പിടിച്ച് ടാക്സി പിടിച്ച് പോകാനാണെങ്കിൽ. കാരണം ആ സമയത്ത് ലൈവ് ഇരിക്കുന്ന സമയത്ത് ഞാൻ ഒരുങ്ങാതെയോ കൊള്ളാതെ നിൽക്കുകയായിരിക്കും.
പെട്ടെന്നൊരു ഉടുപ്പെടുത്തിടുക, എന്തുവാ മുടിയൊന്ന് റെഡിയാക്കുക, വണ്ടി പിടിക്കുക, സ്ഥലം അവിടേക്ക് നേരെ ചെല്ലുക. അത്രയും മതി എനിക്ക് ടൈം. ലൈവിലാൻ പറ, അല്ലാതെ റീലിട്ട് കളിക്കല്ലേ മാഹിനെ. റീലിട്ട് കളിച്ചിട്ട് നീ റീലാണെന്ന് പറയണ്ട. നീ റീലിട്ടതോടുകൂടി ഒറ്റ കാര്യം ഉറപ്പായി, നിന്റെ ഉമ്മ പന്നിക്ക് കൊതം കൊടുത്ത് നിന്നെ ഉണ്ടാക്കി തൂറിയിട്ട സാധനമാ നീ എന്നുള്ളത് ഉറപ്പായി. അല്ലാതെ നീ നേരാവണ്ണം നല്ല തന്തയ്ക്ക് ജനിച്ചതല്ല, നീ നല്ല തന്തയ്ക്ക് ജനിച്ചതാണെന്ന് കാണിക്കാൻ വേണ്ടി വിലാവും അതിൽ വന്ന് കഷ്ടപ്പെടേണ്ട കാര്യം എനിക്ക് ഈ ലൈവിലൂടെ ഇല്ലായിരുന്നു, ഈ റീലിലൂടെ ഇല്ലായിരുന്നു. ഈ റീലിലൂടെ നീ ഉറപ്പാക്കിയതും ഉറപ്പിച്ചതും എന്റെ ഉമ്മ പന്നിക്ക് കൊതം കൊടുത്ത് എന്നെ തൂറിയിട്ട സാധനമാണ് എന്നാണ് നീ തെളിയിച്ചത്. മനസ്സിലായോ? ആഷിദ് അസീസി, അതെ അതെ, അതുകൊണ്ടാണ് പണ്ട് ജൂതന്മാർ യേശുവിനെ അടിച്ച് കൊല്ലാനാക്കി കുരിശിൽ കയറ്റിയത്. അയ്യോ, എന്നോട്ടാണ് നിനക്ക് യേശുവിന്റെ സ്നേഹവും കുരിശിൽ കയറ്റിയതിനെയൊക്കെ പറയുന്നത്? ആഷിദ് അസീസേ, ജൂതന്മാർ എന്ത് ചെയ്യണമെന്ന് ജൂതന്മാർ തീരുമാനിക്കും. നീ ഭയങ്കരമായിട്ട് എന്ത് ചെയ്യണ്ട, വന്ന് കിടന്ന് ക്രിസ്ത്യാനികൾക്ക് വേണ്ടി കരയണ്ട. നീ യേശുവിന്റെ കഥ പറഞ്ഞ് കരയണ്ട. മനസ്സിലായോ? അശീഷ് അസി ചെല്ല്, മക്കൾ ആ വെള്ളം വാങ്ങിച്ചു വെച്ചേരെ. നീ എവിടെയാ വാങ്ങിച്ചു വെക്കുന്നതെന്ന് പറഞ്ഞിട്ട്. മനസ്സിലായോ? ജൂതന്മാർക്ക് വേണ്ടിയിട്ട് കരയാൻ ഇവിടെ ക്രിസ്ത്യാനികളും ഉണ്ട്, ജൂതന്മാരും ഉണ്ട്. നിങ്ങൾ കൂടുതൽ കരഞ്ഞു മെഴുകണ്ട ജൂതന്മാർക്ക് വേണ്ടിയിട്ട്. അപ്പം മാഹിനോട് ഞാൻ പറയുക, ഇപ്പോഴും പറയുക, ഒറ്റത്തന്തയ്ക്ക് ജനിച്ച മാഹീനാണെങ്കിൽ ഉമ്മ നിന്നെ പന്നിക്ക് കൊതം കൊടുത്തിട്ടല്ല നിന്നെ ഉണ്ടാക്കിയതെങ്കിൽ നീ വിലാമതിൻ്റെ അടുത്തോട്ട് ലൈവ് വാ, ഞാൻ വരാം. മനസ്സിലായോ? പിന്നെ നിന്റെ ഒറ്റക്കരണം അടിക്കണോ 2 കരണം അടിച്ച് പൊളിക്കണോ എന്നുള്ളത് അവിടെ വന്നിട്ട് ഞാൻ തീരുമാനിക്കാം. 1 കരണമെങ്കിൽ 1 കരണം, 2 കരണമെങ്കിൽ 2 കരണം. നീ 2 കരണവും വെച്ച് ഇങ്ങനെ നിൽക്കണ്ട. നീ യേശുക്രിസ്തുവിന്റെ പാതയൊന്നും നീ എന്ത് ചെയ്യണ്ട, പിന്തുടരണ്ട. 1 കരണത്തടിക്കുന്നവന് മറുകരണം കൂടി കാണിച്ചു കൊടുക്കണം. അയ്യോ, നിങ്ങൾക്കതല്ലല്ലോ മക്കളെ. നമ്മന്റെ ആൾക്കാർക്ക് 1 കരണത്തടിക്കുന്നവന് മറുകരണം കാണിക്കുക എന്നുള്ളതല്ലല്ലോ. നമ്മന്റെ ആൾക്കാർക്ക് യഹൂദനെയും ക്രിസ്ത്യാനിയും കണ്ട ഉടനെ കഴുത്തറുത്ത് കൊല്ലുക എന്നുള്ളതല്ലേ പോളിസി. അതുകൊണ്ട് മഹീനെ, ഉമ്മയുടെ കൊതത്തിന് വല്ല വിലയും ഉണ്ടെങ്കിൽ, നിന്നെ പന്നിക്കല്ല ഉണ്ടാക്കിയിട്ടതെങ്കിൽ നീ ലൈവ് വാടാ മാഹീനെ. നീ ലൈവ് വാ, വിലാമതിന്റെ അടുക്കലേക്ക് നീ ലൈവ് വാ. എന്നിട്ട് നമുക്ക് പിന്നീട് സംസാരിക്കാം കേട്ടോ. അപ്പൊ ശരി മക്കൾ, റീൽസ് ഒക്കെ ഇട്ട് കളിക്കുന്ന കുട്ടിക്കളിയല്ല ഈ വന്നു കടന്നുള്ള തീവ്രവാദവും ഈ സുഡാപ്പി പ്രീണനം നടത്താൻ ഇസ്രായേലിലേക്ക് കയറി വന്ന് കാണിക്കുന്ന വേലത്തരവ് എന്നുള്ളത് മനസ്സിലാക്കണം. 2 നീ കുട്ടിക്കളിയും റീൽസും ഒക്കെ നീ വീട്ടിൽ കളിച്ചാൽ മതി കേട്ടോ. രാജ്യവിരുദ്ധരോഗ കുറ്റം ചെയ്യുന്ന തരത്തിലുള്ള ഇവിടെ വന്നിട്ടുള്ള നിന്റെയൊക്കെ വീഡിയോ ഉണ്ടല്ലോ, അതിന്റെ കയ്യിൽ അങ്ങ് മടക്കി അങ്ങ് വെച്ചേച്ചാൽ മതി. അതുകൊണ്ട് വലിയ ആള് കളിച്ചിട്ട് പോയി എന്നുള്ള ആൾത്തരം ഒന്നും ഇവിടെ വേണ്ട കേട്ടോ മഹീനെ. അപ്പൊ ശരി.